മലപ്പുറം നഗരസഭ 23 കോടിയോളം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കടലുണ്ടിപ്പുഴയിലെ നമ്പ്രാണി തടയണ വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. തടയണകൾ നാടിന്റെ ജലക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. ഇത്തരം പദ്ധതികൾ നാടിന്റെ മറ്റു വികസന പദ്ധതികൾക്ക് കരുത്തേക്കുമെന്നും നിലവിലെ പൈപ്പ് ലൈനുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കാനാവശ്യമായ പദ്ധതി കൊണ്ടുവരുമെന്നും മലപ്പുറം നഗരത്തെ വികസിത ആസ്ഥാനമാക്കി മാറ്റുമെന്നും മലപ്പുറം നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും കൂടുതൽ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നതിനായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ടെന്നും മുൻപ് മലപ്പുറം നഗര വികസനത്തിന് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുമെന്നും മലപ്പുറത്തേക്കെത്തുന്ന എല്ലാ റോഡുകളും വികസിപ്പിക്കുമെന്നും 4 വരി പാതയാക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള പദ്ധതിയാണ് ഒരുക്കുകയെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നമുക്ക് അതിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗവൺമെൻറ് ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഡെവലപ്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. മലപ്പുറം തലസ്ഥാന നഗരി നമുക്കറിയാം, ഈ ജില്ലയുടെ ആസ്ഥാനം മറ്റു തലസ്ഥാനങ്ങളെ പോലെ അത്ര അങ്ങ് വികസിച്ചിട്ടില്ല. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ഗവൺമെൻറ് ഇതൊരു പ്രോജക്റ്റാക്കി എടുത്ത് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. മലപ്പുറം ഒരു ഏറ്റവും വികസിത തലസ്ഥാന നഗരിയാക്കി മാറ്റാൻ വേണ്ടി ഗവൺമെൻറ് എല്ലാ പ്ലാനും തയ്യാറായിരിക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനിഷ അധ്യക്ഷയായി. കേന്ദ്ര നഗരസഞ്ചയം പദ്ധതിയിലൂടെ നിർമ്മിച്ച തടയണയിൽ 13 കിലോമീറ്റർ ദൂരത്തിലായി 2200 മില്യൺ വെള്ളം സംഭരിക്കാൻ കഴിയും. യാന്ത്രികമായി പ്രവർത്തിക്കുന്ന 12 മീറ്റർ വീതിയുള്ള 3 ഷട്ടറുകളും 10 മീറ്റർ വീതിയുള്ള ഒരു ഷട്ടറും 6 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു സ്ഥിരം തടയണയുമാണ് റെഗുലേറ്ററിനുള്ളത്. ചടങ്ങിൽ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഹാരിസ് ആമിയൻ സ്വാഗതം പറഞ്ഞു. പദ്ധതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുൻ നഗരസഭാ ചെയർപേഴ്സൺമാരായ മുജീബ് കാടേരി, CH ജമീല ടീച്ചർ എന്നിവർക്ക് നഗരസഭയുടെ ഉപഹാരം മന്ത്രി സമ്മാനിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജിതേഷ് ജി അനിൽ, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ മറിയമ്മ ഷെരീഫ്, പരി മജീദ്, നാണത്ത് സമീറ മുസ്തഫ, ആബിദ എട്ടുവീട്ടിൽ, കൗൺസിലർമാരായ MK അനിൽകുമാർ, KK ഉമ്മർ, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ EK പുഷ്പരാജൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P ഷബീബ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PK ബാവ, ഖാദർ മേൽമുറി, AG ആന്റണി, അഡ്വക്കേറ്റ് AK ഷിബു, നാസർ അലി കൊടിയാടൻ, CH നൌഷാദ്, വില്ലോടി സുന്ദരൻ എന്നിവർ പ്രസംഗിച്ചു. FAC എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ EK പുഷ്പരാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ശാന്തിതീരം പാർക്ക് പരിസരത്ത് നിന്ന് തടയണയുടെ സമീപത്തെ തീരത്തുള്ള വേദി വരെ ഘോഷയാത്രയും ഉണ്ടായിരുന്നു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.